ജ്യോതിഷ് PR. ജ്യോതിഷ്, മാർക്ക് കുറവാണല്ലോ, എക്സ്പീരിയൻസും ഇല്ല. താൻ ഈ ഓഫീസ് അസിസ്റ്റൻ്റ് പണിക്ക് ഒട്ടും ഫിറ്റല്ല. സർ, മെറിറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നല്ല ഹാർഡ് വർക്കിങ്ങാണ്. ഒരു ചാൻസ് തരും. ഡസൺ കണക്കിന് ആപ്ലിക്കേഷനാണ് ഈ ജോലിക്ക് വരുന്നത്, ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടികൾ വരെ. പിന്നെ എന്തിന് തന്നെ പോലെ ഒരാളെ ഞാൻ എടുക്കണം? സാർ, ഈ ജോലി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്. ഇതില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. എൻ്റെ അമ്മ കല്യാണം ഉറപ്പിച്ച എൻ്റെ ഗേൾ ഫ്രണ്ട് ജോലി ഇല്ലെങ്കിൽ അവളെ കെട്ടിച്ചേരില്ല. അവളുടെ അച്ഛനും മുരടനാ. കല്യാണോ? ജ്യോതിഷിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ജ്യോതിഷിനെ എടുക്കണമെന്നുണ്ടോ? അതെ, ജ്യോതിഷിൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ, സാറ് പുറത്ത് പറയരുത്, ഒരു ജോലിയുടെ ആവശ്യമുണ്ടാ. അച്ഛന് വാറ്റാണ്. വാട്ടോ? മൈ ഗുഡ്നസ്. ഇസ് ഇറ്റ് സേഫ്? ഇസ് ഇറ്റ് ഗുഡ് ഫോർ ഹെൽത്ത്? പിന്നെ അത് ഈ മുന്തിരിയും മാമ്പഴവും പൈനാപ്പിളും എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നാട്ടിലൊക്കെ ചോദിച്ചാൽ മതി, ഭയങ്കര പേരാ അതിന്. അച്ചാച്ചൻ്റെ കാലം തൊട്ടുള്ളതാ. അച്ഛന് പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യം അത്. പിന്നെ ഡൈജഷൻ ആണെങ്കിലും ബെസ്റ്റാ. ഡൈജഷനോ? കൊള്ളാലോ. എന്നാ പിന്നെ ഒന്ന് നോക്കണമല്ലോ. സാറൊന്നും വിചാരിക്കരുത്, ഞാൻ ഈ ബിരിയാണിയൊക്കെ കഴിച്ച് ഹെവി ആകുമ്പോൾ ഒരു സിപ്പ് എടുക്കും, ഒന്ന് കാമാവാൻ. കഴിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് എഫക്റ്റാ. ജോലിക്കൊക്കെ നല്ല കോൺസെൻട്രേഷൻ. സാറ് തന്നു പിടിക്കും. കൊള്ളാലോ. ഉഗ്രൻ, സൂപ്പർ, ഔട്ട്സ്റ്റാൻഡിങ്, സോഫ്റ്റാണ്. മാമ്പഴത്തിൻ്റെ രുചി. തൻ്റെ അച്ഛനൊരു നിപുണൻ തന്നെ. ജ്യോതിഷ്, നിൻ്റെ റെസ്യൂം വളരെ മോശമാണ്. പക്ഷെ നിൻ്റെ ഈ ഐറ്റം അതിനെ ശരിക്കും ഇമ്പ്രസ് ചെയ്തു. നിനക്കറിയാമോ ഒരു ജോലിക്ക് വേണ്ടത് എന്താണെന്ന്? സത്യസന്ധതയും ഡെഡിക്കേഷൻ. അത് രണ്ടും നിനക്കുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അച്ഛൻ വാറ്റുകാരനാണെന്ന് മറച്ചു വയ്ക്കാമായിരുന്നു. നീ കള്ളം പറഞ്ഞില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്ക് ഞാനൊരു അവസരം തരാം. HR പോയി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങിക്കോളൂ, ഞാൻ അപ്രൂവ് ചെയ്തേക്കാം. താങ്ക് യു സാർ. ഒരിക്കലും സാറിനെ നിരാശപ്പെടുത്തില്ല. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അഭിരാം, വാറ്റുണ്ടോ?